ഇപ്പൊ ഈ ചേപ്പാടുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതായത് കുരിശ്, അവിടുത്തെ ഏതാണ്ട് 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ക്രൈസ്തവ സഭയുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു കുരിശ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ഇത് പൊളിച്ചു കളഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പാസ്റ്റർ ഷിബു പീഡിയക്കലിന് പറയാനായിട്ടുള്ളത്? അതൊരു സങ്കീർണമായ ചോദ്യമാണ്. കാരണം ഈ 1000 വർഷം ആ കുരിശിന് പഴക്കമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് അഭ്യൂഹങ്ങള് പരത്തുന്നതാണ്. ആ കുരിശ് കാണുന്ന ആർക്കും അറിയാം അതിന്റെ നിർമ്മാണ രീതി, അത് ആ കുരിശ് അവിടെ ഇറക്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ അത് 1000 വർഷം മുമ്പൊന്നുള്ള കുരിശല്ല, വൈകാരികമായിട്ട് അങ്ങ് പറയുന്നതാണ്. ഒരു 75-80 വർഷം മുമ്പ് തറയിട്ട ഒരു പള്ളി പോലും കേരളത്തിൽ ഇല്ലായിരുന്നു. എല്ലാ പള്ളിക്കകത്തും മണലൊക്കെയായിരുന്നു. പിന്നീടാണ് ഈ തറ തന്നെ ഇടാൻ തുടങ്ങിയത്. ഇന്നൊക്കെ ഇരിക്കുന്ന പല പള്ളികളും പുരാതന ദേവാലയമാണെന്നൊക്കെ പറയുന്നതിന് ഒരർത്ഥവും. കേരളത്തിൽ അങ്ങനെ പുരാതന നിർമ്മിതികളില്ല. ക്ഷേത്രങ്ങൾ പോലും പുരാതന ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഇല്ല. കേരളത്തിലെ ഗുരുവായൂരോ ശ്രീപത്മനാഭ ക്ഷേത്രമോ പോലും പുരാതന ക്ഷേത്രമല്ല. പുരാതന ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലാണുള്ളത്. തമിഴ്നാട്ടിൽ പുരാതന ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോലും അത്ര പുരാതനമല്ലാതിരിക്കെ 500 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തിന്. അവരുടെ ഐതിഹ്യപ്രകാരം 1000കണക്കിന് വർഷം ഉണ്ടെന്നൊക്കെ അവര് പറയും. ഐതിഹ്യം അങ്ങനെ പറയുന്നുണ്ട്. ഈ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ക്ഷേത്രങ്ങളാണ്. തമിഴ്നാട്ടിലാണ് തഞ്ചാവൂരൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ പുരാതന ക്ഷേത്രങ്ങളാണ്. അതുപോലെ ക്രിസ്ത്യൻ പള്ളികൾ എന്ന് പറഞ്ഞാൽ ഈ അങ്കമാലിക്ക് തെക്കോട്ടൊന്നും പുരാതന പള്ളികളില്ല. വടക്ക് ആണ് പഴയ പള്ളികളൊക്കെ ഉള്ളത്. അതിനും പുരാതനം എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പഴയ പള്ളികൾ. ഇപ്പൊ തെക്കുള്ള പള്ളികളൊക്കെ പ്രായണ പുതിയ പള്ളികളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ ഒരു കളർ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പറയുന്നു എന്നേ ഉള്ളൂ. അത്രയും പഴക്കമൊന്നുമില്ല.